ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വീട്ടുകാരുടെ മുന്നിൽ നിങ്ങൾക്ക് സ്റ്റാർ ആവണോ എന്നാൽ ഇതുപോലത്തെ ഒരു പുഡിങ് നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മളിവിടെ ബട്ടർ കാരമൽ പുഡിങ്ങാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കാരമൽ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുകി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ മറ്റേ അടുപ്പിൽ നമ്മളെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. 10 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് പാലിലാണ് ഞാൻ ഈ ഒരു പുഡിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതും നമുക്കതുപോലെ തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് ഇളക്കി കൊടുക്കുക. നമ്മൾ പഞ്ചസാര ഇട്ട പാടന്നെ നമ്മൾ ഇളക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കയ്യിലൊക്കെ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് നമ്മുടെ ആ ഒരു പഞ്ചസാര ഇങ്ങനെ ഉണ്ട പോലെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് മെൽറ്റായി കിട്ടാനും നമുക്ക് നല്ല പ്രയാസമാണ്. അതുപോലെ തന്നെ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കരിഞ്ഞ ഫ്ലേവർ ഇതിന് വരും. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ഏകദേശമൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ബട്ടർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാൽ ഒഴിച്ച പാടന്നെ നമ്മുടെ ആ ഒരു കാരമൽ നല്ലപോലെ തന്നെ ഒന്ന് കട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ ആ ഒരു പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കാരമൽ ഇതുപോലെ ക്രിസ്റ്റൽ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാലിൽ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആവാനായിട്ട് സഹായിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് മെൽറ്റായി. അപ്പോൾ പാലൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് നമ്മുടെ ആ ഒരു പാലിന് നല്ലൊരു കളറൊക്കെ ഒന്ന് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പാല് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ബാക്കി എന്തെങ്കിലും ഒക്കെ ഒന്ന് മെൽറ്റ് ആവാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂടിലിരുന്ന് അതൊക്കെ ഒന്ന് മെൽറ്റായി വന്നോളും. ഇപ്പോൾ നമ്മൾ ചൈന ഗ്രാസൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ അതിലുള്ള ബാക്കിയുള്ളതും കൂടെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതുപോലെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചതിന് ശേഷമാണ് ഞാനിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഫുള്ളായിട്ട് തന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടൊന്ന് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മൾ ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളിത് ഗാർണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് പോകും. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു ബട്ടറിൻ്റെ തന്നെ റിലയൻസ് വെച്ചിട്ടാണ് ഞാനിവിടെ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതൊരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കാരമൽ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.